മച്ചാൻ, നിങ്ങളൊരു ബ്ലാക്ക് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു ബ്രൗൺ കളർ സ്കിൻ ടോൺ ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് എപ്പോഴും കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർച്ചേസിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്ന കളർ, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിൻ ടോൺ ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്ന കളർ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും തന്നെ വരാറുണ്ട് അല്ലേ. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും നന്നായിട്ട് മാച്ച് ആവുന്ന കുറച്ച് റയറസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും എന്നാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കളർ കോംബോയും കുറച്ച് കളേഴ്സുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് വന്ന. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കംപ്ലീറ്റ്ലി സംസാരിക്കുന്ന ആണുങ്ങൾക്കുള്ള ഫാഷൻ, സ്റ്റൈൽ, ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, റിലേഷൻഷിപ്പ് ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, ഇതിലേതിലെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള മണി അടിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് കയറി വരിക. കംപ്ലീറ്റ്ലി ഒരു മെൻസ് കോർണറാണ് മച്ചാണ് നമ്മുടെ ഈ ചാനൽ, മെൻസ് കോർണറാണ്. സോ മെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടന്റ് നമ്മൾ ഇവിടെ എടുക്കും, എന്തും നമ്മളോട് സംസാരിക്കും. ബ്ലാക്കിനെ തന്നെ നമുക്കത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നാമത്തേത് ഒരു വീറ്റിഷ് ബ്രൗൺ കളർ, രണ്ടാമത്തേത് ഒരു ഡസ്കി കളർ, മൂന്നാമത്തെ ഒരു ബ്ലാക്ക്, പക്ക ബ്ലാക്ക് ടോൺ കളർ. ഓക്കെ, അതിൽ ആദ്യത്തെ വീറ്റിഷ് ബ്രൗൺ കളർ ഓൾമോസ്റ്റ് സിമിലർ ടു വൈറ്റ് കളറാണ്. അതായത് നമുക്ക് ഈ വൈറ്റ് ടോൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കളർ കോംബോയും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി വൈറ്റ് കളർ ടോൺ ഉള്ളവർക്ക് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും അവർക്ക് മാച്ച് ആവും. അത് സത്യം പറഞ്ഞാൽ എന്നെ പോലെ ഉള്ളവർക്കൊക്കെ ഭയങ്കര കുശുമ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ വീറ്റിഷ് ബ്രൗൺ കളർ ഓൾമോസ്റ്റ് നമുക്ക് വൈറ്റ് കളറിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഡസ്കി കളറും ബ്ലാക്ക് ടോൺ, പക്ക ബ്ലാക്ക് കളറുമാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് പറയാൻ പോകുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം തോന്നുന്നു. ഓക്കെ, ഞാൻ ഡസ്കി ടോൺ ഉള്ള ആളാണ്. അതായത് പുതുനിറം മാനിറം എന്നൊക്കെ പറയുന്ന മാതിരി ഡസ്കി ടോൺ ഉള്ള ആളാണ് ഞാൻ. രണ്ടാമത് ബ്ലാക്ക് ടോൺ, പക്ക ബ്ലാക്ക് ടോൺ ഉള്ള ആളുണ്ട്. ഇതുമാതിരി ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കളർ ബ്ലാക്ക് കളർ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കളർ ഏതാണെന്ന് വെച്ചാൽ അത് ഗ്രേ കളറാണ്. ഓക്കെ, അതിൽ തന്നെ എന്നെ പോലുള്ള ഡസ്കി ടോൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സിമൻ ഗ്രേ, ലൈറ്റ് ഗ്രേ എന്നൊക്കെ പറയാം. ലൈറ്റ് ഗ്രേ, സിമൻ ഗ്രേ ഒക്കെ ഡസ്കി ടോൺ ഉള്ളവർക്ക് സൂപ്പർ ആയിരിക്കും, അടിപൊളിയായിട്ട് മാച്ച് ആവും. അതിൽ തന്നെ കോമ്പിനേഷൻ ചെയ്യാൻ കഴിയുന്നത് ബ്ലാക്ക് കളറാണ്. ഓക്കെ, ലൈറ്റ് ഗ്രേക്ക് ബ്ലാക്ക് ആയിരിക്കും കോമ്പിനേഷൻ. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു ബ്ലാക്കിഷ് കളറാണ്. അപ്പം നമ്മളൊരു ഗ്രേ കളർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് അടിയിൽ ബ്ലാക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഗ്രേയും നമ്മളെ കളറിനെയും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അത് നമുക്കൊരു പ്ലസ് ആണ്. പക്ക ഡാർക്ക് ടോൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രേ കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാർക്കോൾ ഗ്രേ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ. അതൊക്കെ ഏറ്റവും സൂപ്പർ ആയിട്ട് മാച്ച്. അതായത് ഡസ്കി കളർ ടോൺ ഉള്ളവർക്ക് ലൈറ്റ് ഗ്രേ, സിമൻ ഗ്രേ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡാർക്ക് ടോൺ ഉള്ളവർക്ക് ഒരു ഡാർക്ക് ഗ്രേ, ചാർക്കോൾ ഗ്രേ ഒക്കെ യൂസ് ചെയ്യാൻ സൂപ്പർ ആയിരിക്കും. അതിന് കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ബ്ലാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് ഒരു വൈറ്റ് കളർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നൈസ്. ഡാർക്ക് കളർ ടോൺസ് ഉള്ളവർക്കുള്ള രണ്ടാമത്തെ കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വയലറ്റ് കളർ ഷർട്ട്. വയലറ്റിൽ തന്നെ ലൈറ്റ് വയലറ്റ് അല്ല, ഡാർക്ക് വയലറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതിനാ ഡാർക്ക് കളർ എന്നെ പ്രിഫർ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് നമ്മളൊരു ഡാർക്ക് കളർ ടോൺ ഉള്ള ആൾക്കാരാണ് അല്ലേ. അപ്പൊ നമ്മുടെ കളറിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന മാതിരിയുള്ള കളർ, അതിൽ തന്നെ യുണീക്ക് ആയിട്ടുള്ള കളേഴ്സ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കളറിനെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇൻ ദ സെയിം വേ നമ്മുടെ ഒരു ലുക്കിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ ഈ വയലറ്റ് കളർ, പിങ്ക് കളർ അതൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത്, പിങ്കിനെ പറ്റി ഞാൻ പിന്നീട് പറയാം. ഓക്കെ, വയലറ്റ് കളറൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു യുണീക്ക് കളറുമാണ്, അധികം ആരും പ്രിഫർ ചെയ്യാത്ത കളറുമാണ്. നമ്മൾ വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കളർ പ്ലസ് നമ്മളുടെ ലുക്ക് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഡാർക്ക് കളർ, ഡാർക്ക് വയലറ്റ് പ്ലസ് അതിന് കോംബോ ഏത് ചെയ്യണം, വൈറ്റ് മതിയെന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി നോട്ട്. വൈറ്റ് കളറിനെക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളർ ഗ്രേ കളർ പാൻസ്. ഓക്കെ, ഗ്രേ കളർ ജീൻസ്, ഗ്രേ കളർ ചീനോസ് എല്ലാം വയലറ്റിന് ഏറ്റവും സൂപ്പർ ആവസം ലുക്ക് ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഓക്കെ, ഡാർക്ക് കളർ ഉള്ളവർക്ക് ഡാർക്ക് വയലറ്റ് ആയി. അടുത്ത ഡസ്കി കളർ ടോൺ ഉള്ളവർക്ക് നിങ്ങൾ ലൈറ്റ് കളർ വയലറ്റ്, ലൈറ്റ് വയലറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മാച്ച് ആയിട്ടുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡാർക്ക് കളർ വയലറ്റും ഏറ്റവും നന്നായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പക്ക ഡാർക്ക് കളർ ടോൺ ഉള്ളവർ ലൈറ്റ് വയലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കളർ, നമ്മുടെ ബ്ലാക്ക് കളർ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും, ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ട് തന്നെ നമ്മളെ തോന്നിപ്പിക്കും. അതുകൊണ്ടാണ് ഡാർക്ക് കളർ പറഞ്ഞത്. ഓക്കെ, കുറച്ച് ഡസ്കി കളർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ലൈറ്റ് കളറിനും ഇതുപോലെ തന്നെ ഗ്രേ കളർ പാൻറ് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ വേണ്ട. ഗ്രേനെക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ബീച്ച് കളറാണ്. ഓക്കെ, ബീച്ചിൽ തന്നെ ബിസ്ക്കറ്റ് കളർ ബീച്ചാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. യെല്ലോയിഷ് ബീച്ച് ഉണ്ട്, പക്ഷേ ബിസ്ക്കറ്റ് കളർ ബീച്ചാണ് ഏറ്റവും സൂപ്പർ ആവസം മാച്ച്. നമ്പർ 3
ഡാർക്ക് കളറിന് നമുക്ക് തുടങ്ങാം. ഡാർക്ക് കളർ ടോൺ ഉള്ളവർക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള മൂന്നാമത്തെ കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറാണ്. ഓക്കെ, ഡാർക്ക് കളർ ടോൺ എന്ന് പറഞ്ഞാൽ അതൊരു എർത്തി കളർ ടോൺ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രീ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രീൻ്റെ സ്റ്റെം ഒക്കെ വരുന്ന അതിൻ്റെ സ്കിന്നൊക്കെ വരുന്നത് കംപ്ലീറ്റ്ലി ഡാർക്ക് ടോണും അതിൻ്റെ ലീവ്സ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഒരു ഗ്രീൻ തീമിലാണ് അല്ലേ. സോ ഗ്രീനിൽ തന്നെ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ലൈറ്റ് ഗ്രീൻ അല്ല, ഇച്ചിരി ഒന്ന് ഡാർക്കിഷ് ഗ്രീൻ ആയിട്ടുള്ള കളറാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അതായത് പ്ലെയിൻ കളറും അല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ എല്ലാ കളേഴ്സും പ്ലെയിനിൽ കാണിക്കുന്നു എന്നുണ്ടെങ്കിലും പ്ലെയിൻ കളർ അല്ല. ഓക്കെ, ഞാൻ കളർ കോമ്പ് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചെക്സ് ചൂസ് ചെയ്യാം, ടീഷർട്ട്സ് ചൂസ് ചെയ്യാം, പ്രിന്റഡ് ഐറ്റംസ് ചൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പ്ലെയിൻ കളർ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം, പ്ലസ് നിങ്ങൾക്ക് ചെക്സ് യൂസ് ചെയ്യാം. ഗ്രീനിൽ തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ പ്ലസ് ബ്ലാക്ക്, ഗ്രീൻ പ്ലസ് നേവി ബ്ലൂ ചെക്ക്, ഗ്രീൻ പ്ലസ് ഗ്രേ ചെക്ക് ഒക്കെ സൂപ്പർ ആയിരിക്കും. മാച്ച് സൂപ്പർ കിടിലം ചെക്ക് കോമ്പിനേഷൻസ് ആണ്. സോ ചെക്ക് ടീഷർട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഞാൻ കളർ മാത്രം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഡാർക്ക് ടോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പ്ലസ് താഴെ പാൻസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് പാൻസ് സൂപ്പർ ആയിട്ട് മാച്ച് ആവും. സോ ഡാർക്ക് ഗ്രീൻ പ്ലസ് ഒരു ബ്ലാക്ക് പാൻസ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് മാച്ച് ആവും. ഗ്രീനിൽ തന്നെ ഡസ്കി ടോൺ ഉള്ളവർക്ക് ഈ ഡാർക്ക് ഗ്രീനിനെക്കാളും കുറച്ചുകൂടി നല്ലത് ഒലീവ് ഗ്രീൻ ആണ്. ഓക്കെ, ഒലീവ് ഗ്രീൻ എന്ന് പറയുന്ന സമയത്ത് ലൈറ്റ് ഗ്രീൻ അല്ല, എന്നാൽ ഡാർക്ക് ഗ്രീനും അല്ല. ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ നിൽക്കുന്ന ഒരു കളറാണ് ഒലീവ് കളർ. നമ്മൾ ഈ ഡസ്കി കളർ ഉള്ളവരും വീറ്റിഷു അല്ല, എന്നാൽ നല്ല ബ്ലാക്കും അല്ല. നമ്മൾ ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന കളർ ആയതുകൊണ്ട് തന്നെ ഒലീവും മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു കളറാണ്. സോ അത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് മാച്ച് ചെയ്യും. അതായത് ഒലീവ് ഗ്രീനും ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ബ്ലാക്ക് യൂസ് ചെയ്യാം, പക്ഷെ അതിനേക്കാളും ബ്ലൂ യൂസ് ചെയ്യാം, ഗ്രേ കളർ യൂസ് ചെയ്യാം. ഗ്രേ, ബ്ലൂ, വൈറ്റ് എല്ലാം ഒലീവിന് ഏറ്റവും സൂപ്പർ ആയിട്ട് മാച്ച് ആവും. ഓക്കെ, സോ അതിലേതാണെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഫോർത്ത് കളർ ഓഫ് ഡാർക്ക് സ്കിൻ ടോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവർ ഗ്രീൻ കളർ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സ്കിൻ ടോൺ, ദാറ്റ് ഈസ് ബ്ലൂ കളർ. ഓക്കെ, ബ്ലൂവിൽ തന്നെ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് ബ്ലൂവിൽ തന്നെ ഞാൻ പറയുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോയൽ ബ്ലൂ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി റെയർ ആണ്. റോയൽ ബ്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ചാടി കയറി എടുത്തോളാം. ബിക്കോസ് നിങ്ങളുടെ സ്കിൻ ടോൺ ഏറ്റവും നന്നായിട്ട് മാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കളറാണ്. റോയൽ ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ലൈറ്റ് ബ്ലൂ അല്ല, പക്ഷേ നേവി ബ്ലൂ അല്ല. ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഈ പേര് പോലെ തന്നെ ഒരു റോയൽ കളർ തന്നെയാണ് റോയൽ ബ്ലൂ. ഈ റോയൽ ബ്ലൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോയൽ ബ്ലൂ ഡാർക്ക് സ്കിൻ ഉള്ളവർക്കും ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കും നന്നായിട്ട് മാച്ച് ആവും. അതിൽ തന്നെ ഡാർക്ക് സ്കിൻ ഉള്ളവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേര് പോലെ നിങ്ങളും ഒരു റോയൽ ലുക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഡാർക്ക് സ്കിന്നിനും ഡസ്കി സ്കിന്നിനും ഒരുപോലെ മാച്ച് ആവുന്ന വേറൊരു കളറാണ് നേവി ബ്ലൂ. ബ്ലൂവിൽ തന്നെ നേവി ബ്ലൂ കളർ. ഓക്കെ, നേവി ബ്ലൂ ഡാർക്ക് സ്കിന്നുകാർക്ക് മാച്ച് ആവും, പക്ഷേ ഡസ്കി സ്കിൻ പ്ലസ് നേവി ബ്ലൂ എവർ ഗ്രീൻ ആണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഡസ്കി സ്കിന്നുകാർക്ക് ഇത്രയും ആവശ്യമായിട്ട് മാച്ച് ആവുന്ന വേറൊരു കളർ ഇല്ലെന്ന് തന്നെ പറയാം. ബ്ലാക്ക് ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ ബ്ലാക്ക് എല്ലാവർക്കും മാച്ച് ആവും. പക്ഷെ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് നേവി ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാച്ച് ആണ്. ഓക്കെ, റോയൽ ബ്ലൂവിന് മാച്ച് ആവുന്ന പാൻസ് കളർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈറ്റ് ബ്ലൂ പ്രിഫർ ചെയ്യാം, ഗ്രേ കളർ പ്രിഫർ ചെയ്യാം, വൈറ്റ് കളർ പ്രിഫർ ചെയ്യാം, എല്ലാം സൂപ്പർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നേവി ബ്ലൂവിനായിരുന്നാലും ഈ കളർ ഷർട്ട് എല്ലാം നേവി ബ്ലൂവിന് മാച്ച് ആവും. നമ്പർ 5 ഒരു യുണീക് കളറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ടോർക്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലൂ കളർ ചാർട്ട് അല്ല, എന്നാൽ ഒരു ഗ്രീൻ കളർ ചാർട്ടും അല്ല. അത് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ടീൽ കളറാണ്. ഓക്കെ, അതൊരു ഭയങ്കര യുണീക്ക് ആണ്, റെയർ കളറുമാണ്. ഇത് ഡാർക്ക് കളറിനും ഡസ്കി കളറിനും ഒരുപോലെ തന്നെ മാച്ച് ആവും, പക്ഷേ ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് ഡാർക്ക് കളർ സ്കിൻ ടോൺ ഉള്ളവർക്കാണ്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക്ഡ് പാറ്റേൺ ആയിരുന്നാലും ടീഷർട്ട്സ് ആയിരുന്നാലും അടിപൊളിയായിരിക്കും. അതിന് ഏറ്റവും നന്നായിട്ട് കോമ്പിനേഷൻ ചെയ്യാൻ കഴിയുന്ന പാൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബീച്ച് കളർ. ബീച്ച് കളർ ഈസ് ആൻ അവസം കോംബോയാണ് ഈ ടോക്യൂസ് കളറുമായിട്ട്. ഓക്കെ, അത് നിങ്ങൾ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക് കളറുമാണ്. ഈ പാൻസുമായിട്ട് ബീച്ച് കളറുമായിട്ട് മാച്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വാവ്. ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇതേ കളർ ചാർട്ടിൽ വരുന്ന ഒരു കളറാണ് സ്കൈ ബ്ലൂ കളർ. സ്കൈ ബ്ലൂ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന പാൻസ് ഏതാണെന്ന് വെച്ചാൽ അത് ഡാർക്ക് ബ്ലൂ, അതുപോലെ തന്നെ ബ്ലാക്ക് കളർ എല്ലാം സൂപ്പർ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. നമ്പർ 6 ആൻഡ് ലാസ്റ്റ് കളർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എവർ ഗ്രീൻ ആയിട്ടുള്ള വൈറ്റ് കളറും ബ്ലാക്ക് കളറും. വൈറ്റ് കളർ ഷർട്ടും ബ്ലാക്ക് കളർ ഷർട്ടും അതിനോട് മാച്ച് ആവുന്ന കളേഴ്സും എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മച്ചാൻ എനിക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ അതും നല്ലൊരു കാര്യമായിരിക്കും. സോ ഇത്ര പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവരും നല്ല ഹെൽത്തി ആയിരിക്കുക, സ്റ്റൈൽ ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ബൈ ഫോർ നൗ അൻടിൽ ദി നെക്സ്റ്റ് വീഡിയോ.